ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. മഹാകാരുണ്യവാനും മനസ്സിലൂടെ ഞങ്ങളുടെ രക്ഷയുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഒരു സന്ധ്യ കൂടെ നേരിലേക്ക് ഉദാനമായി തന്ന ഓർത്തറിയണം നിന്നെ ശ്രദ്ധിക്കുന്ന കർത്താവേ. വിലഹീനരും മഹാഭാവികളോട് ഞങ്ങൾ ബലമുള്ള ദൈവത്തിൻ്റെ ദൃശ്യങ്ങളിലേക്ക് താഴ്ത്തി ഏൽപ്പിക്കുന്ന കർത്താവേ. ഈ ആലയവും നിന്റെ പരിസരങ്ങളും ദൈവത്താൽ മുദ്രയിട്ട് സൂക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഇവിടെ കടന്നു വന്ന മക്കളെ ദൈവകരങ്ങൾ പരമേൽപ്പിക്കുന്ന കർത്താവേ. സർവശക്തനായ ദൈവത്തിൻ്റെ തങ്ങളിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ, പരിപാലിക്കണമേ. എൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിലടി ഞങ്ങളെ നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ദൈവമായ കർത്താവ്, സമയം വരെ ഞങ്ങൾ വന്നുപോയ എല്ലാ കുറവശങ്ങളെയും നീ ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. ദൈവമേ, ഈ കാലടികൾ വരാമാവുന്ന ആപത്തുകളും നനർത്തങ്ങളുടെ രോഗത്തിൽ നിന്ന് വിടുവിച്ച് സന്ധ്യാസമയത്ത് ആലയത്തിൽ ഒരുമിച്ച് കൂടി എൻ്റെ ദൈവത്തെ വാഴ്ത്തുവാൻ തന്ന കൃപയോർത്തരെ ഞാൻ നിന്നെ ശ്രദ്ധിക്കുന്നു കർത്താവേ. ദൈവമേ, കൂടിയ മക്കളെല്ലാം ദൈവകരങ്ങളിൽ പരമേൽപ്പിക്കുന്നു. കർത്താവിൻ്റെ കൃപ ദൈവമേ ഞങ്ങളോടും ഞങ്ങളുടെ എല്ലാ ഭവനങ്ങളോടും കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. ഞങ്ങളുടെ എല്ലാ ആവശ്യഭാരങ്ങളും ഇതുവരെ നടത്തി തന്ന എല്ലാ ദൈവത്തിന് നന്ദിയോടെ ശ്രദ്ധിക്കുന്ന കർത്താവ്. മനുഷ്യനെ കുടുംബമായ ദേശനിലേക്ക് പരമേൽപ്പിക്കുന്നു. നിന്റെ മകന് കൊടുത്ത എല്ലാ ആത്മീയ കർത്താവെ അനുഗ്രഹങ്ങൾക്കായി സ്തോത്രം ചെയ്ത് കർത്താവെ. അന്ത്യത്തോളം നിന്റെ കൃപയിൽ നിൽപ്പാൻ അവിടെ നിന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഞങ്ങളാരും ദൈവമേ സ്വന്തം ഇഷ്ടത്തിൽ കടന്നു പോകാൻ ഇടയാക്കാതെ ദൈവഗത പ്രാരം ജീവിപ്പാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഒന്നുമില്ലപ്പാട് ഇങ്ങോട്ട് പോഴ്ച പ്രാപിപ്പാൻ എൻ്റെ കർത്താവിൻ്റെ കൃപയല്ല, ആ നല്ല ദൈവത്തിൽ മാത്രം ആശ്രയിച്ച് ജീവിപ്പാൻ, ഈ ലോകത്തിൽ മാത്രം കർത്താവ് പ്രത്യാശയുള്ളവരാകാതെ വരുവാനിരിക്കുന്ന ലോകത്തിൽ കർത്താവ് പ്രത്യാശയുള്ളവരായി ജീവിപ്പാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഞങ്ങളെല്ലാവരെയും കൂട്ടി വരുത്തുക. കുറവുകൾക്കായ സ്തോത്രം. വരാനുള്ളവരെ എത്രയും വേഗം കൂട്ടി വരുത്തണമേ. കർത്താവിൻ്റെ സന്നിധിയിലിരിക്കുന്ന സമയം വേറെ 1000 ദിവസത്തെ കാലത്വമാണുള്ളത് കർത്താവെ. കുടിയാൻ ആലയത്തെ ഒരു പ്രാവശ്യം കൂടെ താഴ്ത്തി ഏൽപ്പിക്കുന്നു. എല്ലാ ഭവനങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ട ദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം. ഹല്ലേലൂയ. പ്രാർത്ഥന കേട്ട നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നാൽപ്പത്തിയഞ്ചാം യേശുവൻ പക്ഷമായി തീർന്നതിന എന്തോരാനന്ദമീ ഭൂവിൽ വാസം. യേശുവൻ പക്ഷമായി തീർന്നതിന എന്തോരാനന്ദമീ ഭൂവിൽ വാസം. എത്ര മോദം പാർത്തലത്തിൽ ജീവിക്കുന്ന, എത്ര മോദം പാർത്തലത്തിൽ ജീവിക്കുന്ന. ലോകം വെറുത്തവരേശുവോട് ചേർന്നിരുന്നെപ്പോഴും ആശ്വസിക്കും. ലോകം വെറുത്തവരേശുവോട് ചേർന്നിരുന്നെപ്പോഴും ആശ്വസിക്കും. ഭാഗ്യകാന ചേരും വരെ കാത്തിടണം. ഭാഗ്യകാന ചേരും വരെ കാത്തിടണം. യേശുവൻ പക്ഷ തീർന്നതിന എന്തോരാനന്ദമീ ഭൂവിൽ വാസം. എത്ര മോദം പാർത്തലത്തിൽ ജീവിക്കുന്ന, എത്ര മോദം പാർത്തലത്തിൽ ജീവിക്കുന്ന. ഈ ലോകമാക്ഷേപം ചൊല്ലിയാലും ദുഷ്ടർ പരിഹാസമോദിയാലും, ഈ ലോകമാക്ഷേപം ചൊല്ലിയാലും
ദുഷ്ടർ പരിഹാസമോദിയാലും എൻ പ്രാണനാഥൻ പോയതായ പാദമതി. എൻ പ്രാണനാഥൻ പോയതായ പാദമതി. യേശുവൻ പക്ഷം തീർന്നതിന എന്തോരാനന്ദമീ ഭൂവിൽ വാസം. എത്ര മോദം പാതലത്തിൽ ജീവിക്കുന്ന. എത്ര മോദം പാതലത്തിൽ ജീവിക്കുന്ന. വേഗം വരാമെന്നു രക്ഷനാഥ നോക്കി നോക്കി കൺകൾ മങ്ങിയിടുന്നേ. വേഗം വരാമെന്നു രക്ഷനാഥ നോക്കി നോക്കി കൺകൾ മങ്ങിയിടുന്നേ. എപ്പോൾ വരുമോ പ്രാണപ്രിയ കണ്ടിടുവാൻ. എപ്പോൾ വരുമോ പ്രാണപ്രിയ കണ്ടിടുവാൻ. യേശുവൻ പക്ഷമ തീർന്നതിന എന്തോരാനന്ദമീ ഭൂവിൽ വാസം. എത്ര മോദം പാതലത്തിൽ ജീവിക്കുന്ന. എത്ര മോദം പാതലത്തിൽ ജീവിക്കുന്ന. ലോകമെനിക്കൊരാശ്വാസമായി കാണുന്നില്ലേ എൻ്റെ പ്രാണനാഥ. ലോകമെനിക്കൊരാശ്വാസമായി കാണുന്നില്ലേ എൻ്റെ പ്രാണനാഥ. നാൾത്തോറുമെനിക്കാശ്വാസമായി തീർന്നിടണേ. നാൾത്തോറുമെനിക്കാശ്വാസമായി തീർന്നിടണേ. യേശുവൻ പക്ഷമായി തീർന്നതിന എന്തോരാനന്ദമീ ഭൂവിൽ വാസം. എത്ര മോദം പാതലത്തിൽ ജീവിക്കുന്ന. എത്ര മോദം പാതലത്തിൽ ജീവിക്കുന്ന. 61 യേശു മഹോന്നതനെ മഹോന്നതനെ വേഗം കാണാം. മൽപ്രേമകാന്തനെ കാണാം. യേശു മഹോന്നതനെ മഹോന്നതനെ വേഗം കാണാം. മൽപ്രേമകാന്തനെ കാണാം. സുന്ദരരൂപനെ ഞാൻ ഈ മേഘമതിൽ വേഗം കാണാം. മൽപ്രേമകാന്തനെ കാണാം. സുന്ദരരൂപനെ ഞാൻ ഈ മേഘമതിൽ വേഗം കാണാം. മൽപ്രേമകാന്തനെ കാണാം. കഷ്ടതയേറെ സഹിച്ചവരും കല്ലേറടിയിടി കൊണ്ടു മരിച്ചവരന്ന് മശിഹായോടു വാഴുമ നാട്ടിൽ. കഷ്ടതയേറെ സഹിച്ചവരും കല്ലേറടിയിടി കൊണ്ടു
മശിഹായോടു വാഴുമ നാട്ടിൽ യേശു മഹോന്നതനെ മഹോന്നതനെ വേഗം കാണാൻ മൽപ്രേമകാന്തനെ കാണാൻ യേശു മഹോന്നതനെ മഹോന്നതനെ വേഗം കാണാൻ മൽപ്രേമകാന്തനെ കാണാൻ പൊന്മണിമാലയവൻ എനിക്കു തരും ശുഭ്രവസ്ത്രം നാഥനെന്നെ ഹരിപ്പിക്കുമെന്ന് പൊന്മണിമാലയവൻ എനിക്കു തരും ശുഭ്രവസ്ത്രം നാഥനെന്നെ ഹരിപ്പിക്കുമെന്ന് കണ്ണുനീരാകെ ഒഴിഞ്ഞിടുമേ ആയിരമാണ്ടു വസിക്കുമവനുടെ നാട്ടിൽ എനിക്കായൊരുക്കിയ വീട്ടിൽ കണ്ണുനീരാകെ ഒഴിഞ്ഞിടുമേ ആയിരമാണ്ടു വസിക്കുമവനുടെ നാട്ടിൽ എനിക്കായൊരുക്കിയ വീട്ടിൽ യേശു മഹോന്നതനെ മഹോന്നതനെ വേഗം കാണാൻ മൽപ്രേമകാന്തനെ കാണാൻ യേശു മഹോന്നതനെ മഹോന്നതനെ വേഗം കാണാൻ മൽപ്രേമകാന്തനെ കാണാൻ രാപകലില്ലവിടെ പ്രശോഭിതമായൊരു നാട് നാലു ജീവികൾ പാടുമവിടെ രാപകലില്ലവിടെ പ്രശോഭിതമായൊരു നാട് നാലു ജീവികൾ പാടുമവിടെ ജീവജല നദിയുണ്ടവിടെ ജീവമരങ്ങളുമാ നിലകൊണ്ടൊരു ദേശം നല്ലൊരു ഭുവനദേശം ജീവജല നദിയുണ്ടവിടെ ജീവമരങ്ങളുമാ നിലകൊണ്ടൊരു ദേശം നല്ലൊരു ഭുവനദേശം യേശു മഹോന്നതനെ മഹോന്നതനെ വേഗം കാണാൻ മൽപ്രേമകാന്തനെ കാണാൻ യേശു മഹോന്നതനെ മഹോന്നതനെ വേഗം കാണാൻ മൽപ്രേമകാന്തനെ കാണാൻ 63 ഇന്നു കണ്ട മിശ്രമിനെ കാണുകയില്ല, ഇന്നു വന്ന കട്ടമിനി വരികയില്ല. ഇന്നു കണ്ട മിശ്രമിനെ കാണുകയില്ല, ഇന്നു വന്ന കട്ടമിനി വരികയില്ല. പാദനിന്റെ കൂടാരത്തിൽ അടുക്കയില്ല, പാദനിന്റെ കൂടാരത്തിൽ അടുക്കയില്ല. നിന്റെ കാലുകളിടറുകില്ല, നിന്റെ കാലുകളിടറുകില്ല. ചെങ്കട
കാലും ഇടറുകില്ല. രോഗങ്ങൾ നിന്നെ ക്ഷീണിപ്പിക്കില്ല, ശാപങ്ങൾ നിന്നെ തളർത്തുകില്ല. രോഗങ്ങൾ നിന്നെ ക്ഷീണിപ്പിക്കില്ല, ശാപങ്ങൾ നിന്നെ തളർത്തുകില്ല. ആഭിചാരം യാക്കോബിനു ഫലിക്കയില്ല, ലക്ഷണങ്ങൾ ഇസ്രായേലിനേൽക്കയില്ല. ആഭിചാരം യാക്കോബിനു ഫലിക്കയില്ല, ലക്ഷണങ്ങൾ ഇസ്രായേലിനേൽക്കയില്ല. ഇന്നു കണ്ട മിസ്രൈമിനെ കാണുകയില്ല, ഇന്നു വന്ന കഷ്ടമിനി വരികയില്ല. പാദനിന്റെ കൂടാരത്തിനടുക്കയില്ല, പാദനിന്റെ കൂടാരത്തിനടുക്കയില്ല. നിന്റെ കാലുകളിടറുകില്ല, നിന്റെ കാലുകളിടറുകില്ല. മലകൾ മെതിച്ചു നുറുക്കുമവൻ, കുന്നുകൾ തവിട് പൊടിയാക്കിടും. മലകൾ മെതിച്ചു നുറുക്കുമവൻ, കുന്നുകൾ തവിട് പൊടിയാക്കിടും. സൈന്യത്തിന്റെ നായകൻ നിൻ കൂടിരിക്കുമ്പോൾ മനുഷ്യശക്തികൾ നിന്നെ തൊടുകയില്ല. സൈന്യത്തിന്റെ നായകൻ നിൻ കൂടിരിക്കുമ്പോൾ മനുഷ്യശക്തികൾ നിന്നെ തൊടുകയില്ല. ഇന്നു കണ്ട മിസ്രൈമിനെ കാണുകയില്ല, ഇന്നു വന്ന കഷ്ടമിനി വരികയില്ല. പാദനിന്റെ കൂടാരത്തിനടുക്കയില്ല, പാദനിന്റെ കൂടാരത്തിനടുക്കയില്ല. നിന്റെ കാലുകളിടറുകില്ല, നിന്റെ കാലുകളിടറുകില്ല, നിന്റെ കാലുകളിടറുകില്ല. ആത്മാവിനർത്ത കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. തൊണ്ണൂറ്റിയഞ്ചാം സങ്കീർത്തനം. വരുവീൻ, നാം യഹോവയ്ക്ക് ഉല്ലസിച്ച് ഘോഷിക്കാം, നമ്മുടെ രക്ഷയുടെ പാറയ്ക്ക് ആർപ്പിടുക. യഹോവ മഹാദൈവമല്ലോ, അവൻ സകല ദേവന്മാർക്കും മീതെ മഹാരാജാവ് തന്നെ. സമുദ്രം അവനുള്ളത്, അവൻ അതിനെ ഉണ്ടാക്കി, കരയെയും അവന്റെ കൈകൾ നനഞ്ഞിരിക്കുന്നു. അവൻ നമ്മുടെ ദൈവമാകുന്നു, നാമോ അവൻ മേയ്ക്കുന്ന ജനവും അവന്റെ കൈകളെ ആടുകളും തന്നെ. അവിടെ വെച്ച് നിങ്ങളുടെ പിതാക്കന്മാർ എന്നെ പരീക്ഷിച്ചു, എന്റെ പ്രവൃത്തി അവർ കണ്ടിട്ടും എന്നെ ശോധന ചെയ്തു. ആകയാൽ അവർ എന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുകയില്ലെന്ന് ഞാൻ എന്റെ ക്രോധത്തിൽ സത്യം ചെയ്തു. ദൈവനാമത്തിന് മാത്രം ഉണ്ടായിട്ട് 95-ാമത്തെ സങ്കീർത്തനത്തിൻ്റെ 7-ഉം 8-ഉം വാക്യം ഇപ്രകാരം പറയുന്നു: അവൻ നമ്മുടെ ദൈവമാവുന്നു, നാമോ അവൻ നയിക്കുന്ന ജനവും അവൻ്റെ കയ്യിലെ ആടുകളും തന്നെ. ഇന്ന് നിങ്ങൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ മെരിബോവിലെ പോലെയും മരുഭൂമിയിൽ മസാനാളിനെ പോലെയും നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്. അവിടെ 7-ാമത്തെ വാക്കിൽ പറയാം, നാമോ അവൻ നയിക്കുന്ന ജനവും അവൻ്റെ കയ്യിലെ ആടുകളും തന്നെ. അതിൻ്റെ യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 3 തൊട്ട് 5 വരെയുള്ള വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: വാതിലുകൾ കടക്കുന്നവനോ ആടുകളുടെ ഇടയനാകുന്നു, അവന് വാതിൽ കാവൽക്കാരൻ തുറന്നു കൊടുക്കുന്നു. ആടുകൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നു, തൻ്റെ ആടുകളെ അവൻ പേർ ചൊല്ലി വിളിച്ച് പുറത്തു കൊണ്ടുപോകുന്നു. തനിക്കുള്ളവയെല്ലാം പുറത്തു കൊണ്ടുപോയ ശേഷം അവൻ അവയ്ക്ക് മുമ്പായി നടക്കുന്നു. ആടുകൾ അവൻ്റെ ശബ്ദം അറിഞ്ഞ് അവനെ അനുഗമിക്കുന്നു.
അന്യൻ്റെ ശബ്ദം അറിയാതെ കൊണ്ട് അന്യനെ വിട്ട് അനുഗമിക്കാൻ വിട്ട് ഓടിപ്പോകുന്നു. ഇവിടെ ഈ ആടുകളെക്കുറിച്ച് ഞാൻ ചിന്തിച്ചപ്പോൾ ഈ യേശുക്രിസ്തു എങ്ങനെയാണ് നമ്മളോട് സംസാരിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ, അതിനാൽ എങ്ങനെയാണ് യേശു പേര് ചൊല്ലി നമ്മളെ വിളിച്ച് പുറത്ത് കൊണ്ടുവരുന്നു, പാപത്തിൽ നിന്ന് നമ്മളെ പുറത്ത് കൊണ്ടുവരുന്നു. യേശുക്രിസ്തു നമ്മളെ പേര് ചൊല്ലി വിളിക്കുന്നു. നമ്മളെല്ലാവരെയും പേര് ചൊല്ലി കിട്ടാതെ നമ്മൾ വിളിച്ചിരിക്കുകയാണ്. അത് യേശു ആടുകൾക്ക് മുമ്പായി നടക്കുന്നു. നമ്മുടെ മുമ്പേ നടക്കാണ് യേശുക്രിസ്തു നടക്കുന്നത്. നമ്മളെ നിർബന്ധിച്ചല്ല, നമ്മൾ യേശുക്രിസ്തു ശബ്ദം അറിഞ്ഞ് അവനെ അനുഗമിക്കുകയാണ്. അതുപോലെ തന്നെ ആടുകളെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ ചിന്തിച്ച് നോക്കി, ആടുകളെയൊക്കെയും കയറെ ഇങ്ങനെ വള്ളിയിട്ട് വലിച്ചുകൊണ്ടല്ല, നമ്മൾ അങ്ങനെ ഒരു സംഭവമല്ല. സ്വന്തം ഇഷ്ടപ്രകാരമാണ് നമ്മൾ യേശുവിനെ അനുഗമിക്കുന്നത്. അവൻ്റെ ശബ്ദം കേട്ട്, ശബ്ദം എങ്ങനെയാണ് നമ്മൾ കേൾക്കുന്നത്? യേശുവിൻ്റെ ശബ്ദം കേൾക്കണമെങ്കിൽ അടുത്ത് വരണം. ഈ മൈക്കിൻ്റെ സഹായമില്ലെങ്കിൽ അടുത്ത് നിൽക്കുന്നവർക്ക്, അല്ല ഈ റൂമിലിരിക്കുന്നവർക്ക് മാത്രമേ നമുക്ക് ഈ ശബ്ദം കേൾക്കാൻ സാധിക്കുള്ളൂ. അതിന് പുറത്ത് ഒരു പരിധി കഴിഞ്ഞ് കഴിഞ്ഞാൽ ശബ്ദം കേൾക്കാൻ സാധിക്കും. എന്ന് പറഞ്ഞ പോലെ യേശുക്രിസ്തുവിൻ്റെ സന്നിധിയിൽ ആയിരിക്കുമ്പോൾ മാത്രമേ നമുക്ക് ആ ശബ്ദം കേൾക്കുവാനും അതനുസരിച്ച് ജീവിക്കാനും സാധിക്കുള്ളൂ. കുറേ ദൂരത്തേക്ക് മാറി നിൽക്കുമ്പോൾ ചിലപ്പോൾ തടസ്സങ്ങളില്ലെങ്കിൽ കാണാൻ സാധിക്കുമായിരിക്കും, പക്ഷേ ക്രിസ്തുവിൻ്റെ ശബ്ദം കേൾക്കുവാൻ ഇടയായി തീരത്തില്ല. അതുപോലെ നമുക്ക് ഈ അനുഭവത്തിൽ നിന്ന് മാറിയാലും കർത്താവിൻ്റെ ആയിട്ടുള്ള ആ ചിന്തകളും ആ പഴയ ഓർമ്മകളിലൊക്കെ ജീവിക്കാൻ സാധിക്കും. പക്ഷേ എന്നും ആ ശബ്ദത്തിൻ്റെ അടുത്ത് വരുവാനും ക്രിസ്തുവിൻ്റെ സന്നിധിയിലായിരിക്കുവാനും ധ്യാനിക്കുവാനും ക്രിസ്തുവിനോട് കേൾക്കുവാനും ഒക്കെ നമുക്ക് ഇടയായി തീരണം. അതുകൊണ്ട് ക്രിസ്തുവിനോട് ചേർന്ന് നടക്കുവാൻ നമുക്ക് യേശുവിനെ അനുഗ്രഹിക്കാൻ തക്കവണ്ണം ഇടയായി തീരണം. യേശുവിൻ്റെ അടുക്കൽ മുമ്പായി നടന്ന ആടുകൾ അവൻ്റെ ശബ്ദം പറഞ്ഞ് യേശുവിനെ അനുഗമിക്കുന്നു. യേശുവിനോട് നടന്നാൽ മാത്രമേ യേശുവിൻ്റെ ശബ്ദം കേൾക്കാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ യേശു പേർ ചൊല്ലി വിളിച്ചവർ ഇന്ന് യേശുവിനെ ശബ്ദം കേൾക്കാൻ വരാത്തത് എന്തുകൊണ്ടാണ് ഒത്തിരി പേരൊക്കെയും ശബ്ദം കേട്ട് കർത്താവിനെ അനുഗമിക്കാൻ ഇടയായി തീർന്നു. പക്ഷേ ഇന്ന് ആ യേശുവിൻ്റെ ശബ്ദം കേൾക്കുവാൻ തക്ക അവർ വരാതെ ഇരിക്കുവാനും ഒക്കെ എന്തുകൊണ്ടാണ്? അത് നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയുള്ള അനുഭവം വരും. നമ്മളിപ്പോൾ ശബ്ദം കേൾക്കാൻ വന്നിരിക്കുന്നുവെങ്കിലും ഇത് അവർക്ക് പറ്റിയ ആ അനുഭവം നമ്മുടെ ജീവിതത്തിലും വരാൻ സാധ്യതയുണ്ട്. അത് എന്നെ ചിന്തിപ്പിച്ചു. ഒന്നാമത്തെ കാര്യം, യേശുവിൻ്റെ ശബ്ദം കേൾക്കാൻ തക്കണം യേശുവിനെ അനുഗമിക്കാത്ത ാണ്. യേശുവിനെ ശബ്ദം കേൾക്കണമെങ്കിൽ യേശുവിൻ്റെ പുറകെ പോയെങ്കിൽ മാത്രമേ, യേശുവിൻ്റെ സമീപത്ത് നിന്നെങ്കിൽ മാത്രമേ നമുക്ക് ആ ശബ്ദം കേൾക്കാൻ സാധിക്കുള്ളൂ. യേശുവിൻ്റെ പുറകെ പോകണം. അതുപോലെ നമ്മൾ ഒരു പരിധി കഴിഞ്ഞ് നമ്മൾ യേശുവിൽ നിന്ന് മാറിക്കഴിഞ്ഞ് ശബ്ദം കേൾക്കുവാൻ നമുക്കിടയായി. എന്നും നിരന്തരം കർത്താവിൻ്റെ പുറകെ പോകുവാനും കർത്താവിൻ്റെ ശബ്ദം കേൾക്കുവാനും നമ്മുടെ ജീവിതത്തിൽ ഇടയായില്ലെങ്കിൽ ദൈവവചനം വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോഴാണ്, അതുപോലെ കർത്താവിൻ്റെ വചനം കേൾക്കുമ്പോൾ, നമ്മൾ കടന്നു വന്നിരിക്കും ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോഴൊക്കെയും അത് നമ്മളോട് കർത്താവിൻ്റെ വചനം സംസാരിക്കും. അപ്പോൾ കർത്താവിൻ്റെ ശബ്ദം ഇതിനു വേണ്ടി നമ്മൾ അങ്ങനെ ചെയ്തില്ല എങ്കിൽ നമ്മൾ കർത്താവിൽ നിന്ന് അകന്നു പോകാൻ ഇടയായിത്തീരും. അതിനുണ്ടായ കാരണം എന്താണ്? ഇപ്പം ആടുകളുടെ കാര്യങ്ങൾ തന്നെ പറയുമ്പോൾ, ഒന്ന് പച്ചയായ പുൽപ്പുറങ്ങൾ കൂടെ കാണുമ്പോൾ യേശുവിൻ്റെ കൂടെയുള്ള യാത്ര അവസാനിപ്പിക്കുന്ന പലരുമുണ്ട്. നല്ല അനുഭവങ്ങൾ, ഈ ആടുകളൊക്കെ നല്ല പുൽത്തടികൾ കാണുമ്പോൾ പിന്നെ യജമാനൻ്റെ പുറകെ പോകാതിരിക്കുന്ന ഒരവസ്ഥ ഞാൻ ചിന്തിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ കടന്നു വരുമ്പോൾ പിന്നീട് ഈ ക്രിസ്തുവിൻ്റെ പുറകെ പോകാൻ നമ്മൾ പലരും മെനക്കെടാറില്ല. ഇന്ന് അനുഗ്രഹങ്ങളും ആവശ്യങ്ങളും കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ക്രിസ്തുവിനെ വേണ്ടാത്ത ഒരു ക്രിസ്തീയ സമൂഹം ഉണ്ട്. ക്രിസ്തുവിനെ അറിഞ്ഞ് പുറപ്പെട്ടവരാണ്, പക്ഷെങ്കിൽ കർത്താവിനെ നമ്മൾ അവിടെ വെച്ച് ഉപേക്ഷിക്കുകയാണ്, അല്ലെങ്കിൽ അത് എല്ലാം കിട്ടി അല്ലെ തൃപ്തരായി ഒതുങ്ങുന്ന ഒരു അവസ്ഥ. അത് കഴിഞ്ഞ് രണ്ടാമത്തെ കാരണം, ചില കരുതുന്ന ഈ പറയുന്ന യേശുവിനെ അനുഗമിക്കുന്നത്, യേശു പറയുന്ന ചില കാര്യങ്ങൾ പറയുമ്പോൾ യേശുവിനെ അനുഗമിക്കാണ്ട് പിന്നെ ഇഷ്ടമില്ല. എന്താണ് അതിനെക്കുറിച്ച് ഞാൻ ചിന്തിച്ചു. ആടുമായിട്ടുള്ള ബന്ധത്തിൽ ചിന്തിച്ചു. ആടിന് എല്ലാ ഇലകളൊന്നും തിന്നുവാൻ സാധിക്കില്ല. നമുക്കറിയാം, കപ്പയിലേക്ക് മരിച്ചു ചത്തുവും. നമ്മളോട് പറയാം, യേശു പറയാണ് അത് അത് ചെയ്യരുത് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ബുദ്ധിമുട്ടാണ്. ഈ പ്രത്യേകിച്ച് ഈ വേനലിൻ്റെ അനുഭവത്തിലൊക്കെയും പച്ച ഇലകളൊക്കെ ലഭിക്കാതിരിക്കുന്ന ഒരവസ്ഥയിൽ അത് കാണുമ്പോൾ ആടിനൊരു ആകർഷണം എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ള ഇതൊന്നും കാണാൻ വരുമ്പോൾ ചില കാര്യങ്ങളിലേക്ക് നമുക്ക് ആകർഷണം തോന്നും. യേശു പറയാൻ അരുത് എന്ന് പറയുമ്പോൾ നമുക്ക് അതിനോട് ഒരു ആഭിമുഖ്യം, അതിനോട് അനുസരിക്കാനുള്ള പ്രയാസം തോന്നുന്നു. ഇതെന്താ ഞാൻ ഇങ്ങനെ ചെയ്താൽ എന്താ ഇങ്ങനെ, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ക്രിസ്തു പറയുന്നത് അനുസരിക്കാൻ കഴിയാതെ വരുമ്പോൾ ക്രിസ്തുവിൽ നിന്ന് അകന്നു പോകുന്ന ഒരു സമൂഹം. അതുപോലെ തന്നെ ഈ സങ്കീർത്തനത്തിൻ്റെ 7-8 വാക്യത്തിൽ 8-9 വാക്യത്തിൽ പറയുന്നു, ഇന്ന് നിങ്ങൾ എൻ്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ മെരിബയിലെ പോലെ മരുഭൂമി മിസാ നാളിനെ പോലെ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്. അവിടെ വെച്ച് നിങ്ങളുടെ പിതാക്കന്മാർ എന്നെ പരീക്ഷിച്ചു, എൻ്റെ പ്രവർത്തികൾ കണ്ടിട്ടും എന്നെ ശോധന ചെയ്തു. മരുഭൂമിയിൽ പോലെ അവർ ഹൃദയത്തെ കഠിനമാക്കി. എന്താണ് ഇതിൻ്റെ അർത്ഥം? അവർ മിസ്രയീം ദേശത്ത് നിന്ന് പുറപ്പെടുവിച്ച് വന്നപ്പോൾ അവർ അത്ഭുതങ്ങൾ കണ്ടാണ് 10
ബാധകളാൽ അവരെ വിടുവിച്ചുകൊണ്ട് വന്നു, ചെങ്കടൽ കടത്തി. അതുപോലെ തന്നെ മേഘസ്തംഭത്തിൽ അഗ്നിസ്തംഭത്തിൽ കൂടെ അവരെ വഴി നടത്തി, മന്ന തന്നു, മാറായെ മധുരമാക്കി തീർത്തു. ഇങ്ങനെയുള്ള അനുഭവങ്ങൾ കൂടെ ഒക്കെ അവർ കടന്നു വന്ന ഇസ്രായേൽ ജനം പിന്നെയും ഈ വെള്ളം ലഭിക്കാതെ വന്നപ്പോൾ ദൈവത്തോട് പിറുപിറുക്കുന്നതായ ഒരു അനുഭവം അവരുടെ ജീവിതത്തിൽ കടന്നു വന്നു. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കർത്താവിനെ കണ്ടവരാണ്. ഇങ്ങനെ പല അത്ഭുതങ്ങളും വ്യക്തിപരമായി തന്നെ നമ്മൾ കർത്താവിൽ നിന്ന് അനുഭവിച്ചവരാണ്. എന്നിട്ടും നമ്മൾ ജീവിതത്തിൽ ചില പ്രതിസന്ധികളോ അല്ലെങ്കിൽ ഒരു ചെറിയ പ്രയാസങ്ങളോ വരുമ്പോൾ കർത്താവിനോട് മറുതലിക്കുവാനും ഈ കർത്താവിൽ നിന്ന് അകന്നു പോകാനും നമ്മുടെ ജീവിതത്തിൽ ഇടയായിത്തീരുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. കാരണം അങ്ങനെ അനേകർ കർത്താവിൽ നിന്ന് മാറിപ്പോവാനും കർത്താവിനെ പരീക്ഷിക്കുവാൻ ഇടയായിത്തീരുന്നു. അതാണ് പറയുന്നത്, ഇന്ന് നിങ്ങൾ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ മെരിബ പോലെ മരുഭൂമിൽ മിസാനാളിനെ പോലെ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്. അതിൻ്റെ 10ാമത്തെ വാക്യം പറയുന്നത്, 40 ആണ്ട് എനിക്ക് ആ തലമുറയോട് നീരസമുണ്ടായിരുന്നു. അപ്പോൾ അവർ ആ 40 വർഷം മാത്രമേ ആ മരുഭൂമിയിൽ ജീവിച്ചിരുന്നു. അവിടുന്ന് 2 പേര് മാത്രമേ കനാൻ ദേശത്ത് ചെന്നുള്ളൂ, നമുക്കറിയാം. അതുപോലെ അങ്ങനെ പറയുമ്പോൾ നമ്മൾ അതിനെ ഒന്നുകൂടെ ഇതായിട്ട് പറയാം, അവരുടെ മരണം വരെയും ആ ജനങ്ങളോട് ദൈവത്തിന് നീരസമുണ്ടായിരുന്നു. നമ്മൾ ദൈവത്തോട് മറുതലിക്കുമ്പോൾ നമ്മുടെ മരണം വരെയും നമ്മോട് നീരസപ്പെടുന്ന ഒരു ദൈവത്തെ നമ്മളവിടെ കാണുവാൻ സാധിക്കും. അതിൻ്റെ 11ാമത്തെ വാക്യത്തിൽ പറയുന്നത്, ആകയാൽ അവർ എൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുകയില്ല എന്ന് ഞാൻ സത്യം ചെയ്തു. എന്താണ് ക്രിസ്ത്യ ജീവിതത്തിൻ്റെ അവസാനം എന്നത്? നമ്മുടെ സ്വസ്ഥതയിൽ പ്രവേശിക്കുന്നതാണ് അവസ്ഥ. ഈ ലോകത്തിൽ നമ്മൾ എന്തായിരിക്കുന്നു എന്നല്ല, ഇത് കഴിഞ്ഞൊരു ജീവിതമുണ്ട് ക്രിസ്തുവിനോട് കൂടെ. ആ സ്വസ്ഥതയിൽ നമ്മൾ ചെല്ലണം. അവിടെ അവർക്ക് ഇസ്രായേൽ ജനത്തിന് ആ സ്വസ്ഥതയിൽ പ്രവേശിക്കാൻ സാധിച്ചില്ല. എന്നാൽ എബ്രായ ലേഖനകർത്താവ് പറയുന്ന 3-ാം അധ്യായത്തിൻ്റെ 3-4 അധ്യായത്തിൽ ഈ 95ാമത്തെ സങ്കീർത്തനത്തെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട്. അത് നല്ല ഇത് നമുക്ക് കൂടുതൽ പറയാൻ, വീട്ടിൽ പോയി നന്നായി അത് വായിക്കുവാണ്, നല്ല നമുക്ക് മനസ്സിലാവും. അതിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 7 തൊട്ട്, അതുകൊണ്ട് പരിശുദ്ധാത്മാവ് അരുളി ചെയ്യുന്നു, ഇന്ന് നിങ്ങൾ എൻ്റെ ആ 95ൻ്റെ ആ വാക്യം തന്നെ ഉദ്ധരിച്ചുകൊണ്ട് പറയുവാണ്, അവൻ്റെ ശബ്ദം കേൾക്കുന്നവൻ്റെ മരുഭൂമിയിൽ വെച്ച് പരീക്ഷാ ദിവസത്തിൽ മത്സരികൾ എന്ന പോലെ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്. അതിന് ആ 11ാമത്തെ വാക്യം, എൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കാനില്ലെന്ന് ഞാൻ എൻ്റെ ക്രോധത്തിൽ സത്യം ചെയ്തു. സഹോദരന്മാരെ, ജീവനുള്ള ദൈവത്തെ ത്യജിച്ചു കളയാതിരിക്കേണ്ടതിന് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങളിൽ ആർക്കും ഉണ്ടാകാതിരിക്കാൻ നോക്കിക്കൊള്ളുകയും. ദുഷ്ടഹൃദയം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകാതിരിക്കാൻ നമ്മൾ സൂക്ഷിച്ചുകൊള്ളും. 4-ാമത്തെ വാക്യത്തിൻ്റെ ആദ്യം പറയുന്നു, അവൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കുമ്പോൾ നിങ്ങൾ ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയെന്ന് വരാതിരിക്കാൻ നാം ഭയപ്പെടുക. അവരെ പോലെ നാമും സ്വവർത്താനം കേട്ടവരാകുന്നു. എങ്കിലും കേട്ടവരുടെ വിശ്വാസമായി പരിണമിക്കായി കൊണ്ട് കേട്ട വചനം അവർക്ക് ഉപകാരമായി വന്നില്ല. വിശ്വസിച്ചവരായ നാമല്ലോ സ്വസ്ഥതയിൽ പ്രവേശിക്കുന്നത്. എപ്പോഴാണ് ഈ സ്വസ്ഥത ലഭിക്കുന്നത്? നമുക്ക് സ്വസ്ഥത ലഭിച്ചിട്ടില്ല, ലഭിക്കും. ഇത് കഴിഞ്ഞൊരു ജീവിതത്തിലാണ് സ്വസ്ഥത ലഭിക്കുന്നത്. അതിന് അവസാനത്തോളം ക്രിസ്തുവിനെ പിൻപറ്റുകയും അവസാനത്തോളം ക്രിസ്തുവിന് വേണ്ടി ക്രിസ്തുവിനെ അനുഗമിക്കുകയും അവൻ്റെ ശബ്ദം കേൾക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ ഈ സ്വസ്ഥത നമുക്ക് ജീവിതത്തിൽ ലഭിക്കുകയുള്ളൂ. അതിൻ്റെ ഈ എബ്രായ ലേഖനം 4-ാം അധ്യായത്തിന് അതിൻ്റെ 15ാമത്തെ വാക്യത്തിൽ പറഞ്ഞു, അതുകൊണ്ട് ആരും അനുസരണക്കേടിൻ്റെ സമദൃഷ്ടാന്തത്തിനൊത്ത വിധം വീഴാതിരിക്കേണ്ടത് നാം അസ്വസ്ഥതയിൽ പ്രവേശിക്കാൻ ഉത്സാഹിക്കുക. നമ്മൾ ഈ സ്വസ്ഥതയിൽ പ്രവേശിക്കാൻ തക്കവണ്ണം നമ്മുടെ ജീവിതത്തിൽ ഇടയായിത്തീരണം. ഈ സ്വസ്ഥതയിൽ നമ്മൾ പ്രവേശിച്ചില്ലെങ്കിൽ കൂടുവരുകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരർത്ഥമില്ലാതെ പോകും. കാരണം നമ്മൾ കൂടി വരുന്നതിൻ്റെ അർത്ഥം തന്നെ ഈ ക്രിസ്തുവിനെ കാണുവാനും ക്രിസ്തുവിൻ്റെ സ്വസ്ഥതയിൽ നമ്മൾ പ്രവേശിക്കുവാനും വേണ്ടിയാണ്. അതിന് നമ്മളെ കർത്താവ് എല്ലാവരും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സംഘടിപ്പിക്കാറുണ്ട്. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് ഒരുങ്ങാം. ഓമന കടന്നു വന്ന് പ്രാർത്ഥിക്കുക. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ഇതൊക്കെ വത്സമ്മയുടെ മകൻ അനിലിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചിരുന്നു. കുറച്ച് മാറ്റമുണ്ട്, പൂർണ്ണമായും മാറിയിട്ടില്ല. അനിൽ ഇന്ന് കടന്നു വന്നിട്ടില്ല. അനിലിന് പൂർണ്ണ സൗഖ്യം കൊടുക്കേണ്ടതിന് നമുക്ക് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അനിലിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. പിന്നെ വ്യാഴാഴ്ച കുളത്തിങ്കലെ കുഞ്ഞോച്ചാൻ്റെയും മോളിയാൻ്റെയുടെ മകൻ റോഷ് വിദേശത്തു നിന്ന് കടന്നു വരുന്നുണ്ട്. വഴിയാത്രയിൽ കർത്താവിൻ്റെ കരം കൂടിയിരിക്കേണ്ടതിന് റോഷിനെ നമുക്ക് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. യേശുവിൻ മൂലമെൻ യാചന നൽകുമെൻ, യേശുവിൻ മൂലമെൻ യാചന നൽകുമെൻ, ആശയിൽ കെഞ്ചിടുന്നേ
ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഞങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ, അപ്പാ പിതാവേ, ഒരു പ്രാവശ്യം കൂടെ ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ആ സന്നിധിയോട് ചേർന്ന് വരുന്നപ്പാ. ഹല്ലേലൂയ. അങ്ങയുടെ സന്നിധിയിൽ വന്നിരിക്കുന്ന ഞങ്ങളെ ഓരോരുത്തരെയും ആ കരങ്ങളിലേക്ക് താഴ്ത്തി സമർപ്പിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. ഈ ആലയത്തെയും പരിസരത്തെയും യേശുവിൻ്റെ രക്തം കൊണ്ട് മുദ്ര വെച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നപ്പാ. ഹല്ലേലൂയ കർത്താവേ. സ്തോത്രം സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ കർത്താവേ. നിന്റെ മകൻ പറഞ്ഞിരിക്കുന്ന ഓരോ വിഷയത്തെയും അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു കർത്താവേ. കർത്താവേ, ഞങ്ങൾ അന്യം എന്ന കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുന്നപ്പാ. കർത്താവെ, അവിടുന്ന് കൊടുത്ത സൗഖ്യത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നപ്പാ. പൂർണ്ണ സൗഖ്യവും ആരോഗ്യവും കൊടുക്കാൻ തക്കണം കർത്താവേ. അവിടുത്തെ ആ ബലമുള്ള കരം നിന്റെ മകന് വെക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. ഞങ്ങളെല്ലാവരും ഏകമനസ്സോടെ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ, ഈ സമയത്ത് തന്നെ കർത്താവെ പൂർണ്ണമായ സൗഖ്യവും വിടുതലും അവിടുന്ന് കൊടുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. ഹല്ലേലൂയ. മുളയാൻ്റെ മോനെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ, വ്യാഴാഴ്ച കടന്നു വരുന്നുവല്ലോ കർത്താവെ. വഴിയാത്രയിലൊക്കെയും ദൈവമേ നിന്റെ കൃപ കൂടെ ഇരിക്കുമാറാകണമേ. വഴിയാത്രയിലെ പതിരിപ്പുകാരും പിടികൂടാതെ കർത്താവെ, അവിടുത്തെ ആ രക്തളപ്പി നിന്റെ മകനെ മറയ്ക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. ഹല്ലേലൂയ കർത്താവേ. ഞങ്ങളെ ഓരോരുത്തരെയും പേരായി കരങ്ങളിലേക്ക് താഴ്ത്തി സമർപ്പിക്കുന്ന കർത്താവേ, ചെറുതും വലുതുമായ ഞങ്ങളുടെ ആവശ്യങ്ങളെ അവിടുന്ന് അറിയുകയാണ് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നപ്പാ. ഞങ്ങളുടെ കൂടെ വരുമൊക്കെയും കർത്താവിൻ്റെ നാമമഹത്വത്തിനായി തീരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. ഞങ്ങളുടെ കർത്താവെ കൂടി വരവിൽ അവിടുത്തെ സാന്നിധ്യത്തിൽ ഞങ്ങളെ നിറയ്ക്കുമാറാകണമേ. ആ പരിശുദ്ധാത്മാവിൽ ഞങ്ങളെ നിറയ്ക്കുമാറാകണമേ കർത്താവെ. ഓരോ ദിവസവും എൻ്റെ ദൈവത്തോടെ കൂടുതലായി അടുത്ത് ജീവിപ്പാൻ കർത്താവെ, അങ്ങയുടെ വരവിൽ കർത്താവെ മുഖശോഭയോടെ അങ്ങയുടെ സന്നിധിയിൽ നിൽപ്പാൻ കർത്താവെ, ഞങ്ങളെ ഓരോരുത്തരെയും ഒരുക്കുമാറാകണമേ കർത്താവെ. ഞങ്ങൾ വെറുതെ വന്ന് വെറുതെ പോകാതെ കർത്താവെ, ഞങ്ങളുടെ ഈ വരവിലൊക്കെയും കർത്താവെ, അതിനൊക്കെയും കർത്താവെ അവിടുന്ന് ഒരു കർത്താവെ ഒരു അനുഗ്രഹം ഞങ്ങൾക്ക് നൽകുമാറാകണമേ കർത്താവെ. കൂടുതലായി കർത്താവിനെ അറിയുവാൻ കർത്താവെ, വേണ്ടും പോലെ അങ്ങേ അറിയുവാൻ, അങ്ങേ സ്നേഹിപ്പാൻ, അങ്ങേ ആരാധിപ്പാൻ, അങ്ങയോട് ചേർന്ന് ജീവിപ്പാൻ കർത്താവെ, ഞങ്ങളെ ഓരോരുത്തരെയും കുടുംബമായിട്ട് സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ. മുൻചാനായിട്ട് സ്തോത്രം ചെയ്യുന്നപ്പ. വചനവുമായി നിന്റെ മകൻ എഴുന്നേൽക്കുമ്പോൾ അവിടുത്തെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ വചനം പറവാൻ തക്കോണം നിന്റെ മകനെ അവിടുന്ന് സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കേൾക്കുന്ന വചനം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഉപകാരമായി വരുവാൻ തക്കോണം അത് വിശ്വാസമായി ഞങ്ങളിൽ പ്രവർത്തിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ. ഹല്ലേലൂയ. ദൈവം അയച്ചവൻ ദൈവത്തിൻ്റെ വചനം പ്രസ്താവിക്കുമ്പോൾ ആത്മാവിനെ അളവ് കൂടാതെ കൊടുക്കാനായിട്ട് എൻ്റെ യേശുപ്പന് വലിയ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നപ്പോൾ എൻ്റെ യേശു രക്തം തളിച്ച് ഉടുപ്പുമായിട്ട് വരുമ്പോൾ ഹല്ലേലൂയ ആ വചനം കർത്താവെ ഞങ്ങളിൽ ക്രിയ ചെയ്ത് കർത്താവെ ഞങ്ങൾക്ക് പാപമോചനവും ശാപമോക്ഷവും രോഗസൗഖ്യവും കർത്താവെ അവിടുന്ന് ഞങ്ങൾക്ക് നൽകുമല്ലോ കർത്താവെ. വിശ്വാസത്തോടുകൂടി അതൊക്കെയും പ്രാപിപ്പാൻ തക്കവണ്ണം ഞങ്ങളെ ഓരോരുത്തരെ ഒരുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ ഞങ്ങൾ വന്നുപോയ സകല പാവങ്ങളും കർത്താവെ ആ തിരുരക്തം കൊണ്ട് ഞങ്ങളെ ഓരോരുത്തരെയും കഴുകുമാറാകണമേ കർത്താവെ. ഏകാഗ്രതയോടുകൂടി ഇരിപ്പാൻ തക്കവണ്ണം ഞങ്ങളെ അവിടുന്ന് സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ. കർത്താവെ, കടന്നു വന്നിരിക്കുന്ന ഓരോ മക്കളെയും ആ കരങ്ങളിലേക്ക് താഴ്ത്തി സമർപ്പിക്കുന്നു. വരുവാൻ ആഗ്രഹിച്ചിട്ട് കർത്താവെ വരാൻ സാധിക്കാത്ത മക്കളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നപ്പ. ഓരോരുത്തരുടെയും കർത്താവെ ഹൃദയത്തിലുള്ള അവരുടെ ആഗ്രഹങ്ങൾ ആവശ്യങ്ങൾ അപ്പ ഈ സമയത്ത് അവിടുത്തെ സന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു കർത്താവെ. അടിയൻ്റെ കർത്താവെ കുറവൊന്നും ഈ ആരാധനയിൽ കർത്താവെ ഒരു മക്കളുടെ അനുഗ്രഹത്തിന് തടസ്സമായി തീരരുതേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ. സകലമാനവും മഹത്വം എല്ലാം ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. സകലവും ഞങ്ങൾക്കായി ജീവിച്ച യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആരാധനയ്ക്കായിട്ട് എല്ലാവർക്കും എഴുന്നേക്കാം. പാട്ടുപുസ്തകത്തിലെ 53-ാമത്തെ പാട്ട് 5-3. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ യേശു ജീവിക്കുന്നു. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. കാലുകളേറെ കുറെ വഴുതിപ്പോയി, ഒരിക്കലും ഉയരില്ല എന്നു നിലച്ചു. കാലുകളേറെ
ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്. കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്. കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ഉന്നത വിളിയാൽ വിളിച്ചു എന്നെ, ലഭിച്ചതോ ഉള്ളിൽ പോലും നിനച്ചതല്ല. ഉന്നത വിളിയാൽ വിളിച്ചു എന്നെ, ലഭിച്ചതോ ഉള്ളിൽ പോലും നിനച്ചതല്ല. ദേവോനി എന്റെ മേൽ ചൊരിഞ്ഞതല്ലേ, ആയുസ്സെല്ലാം നിനക്കായി നൽകിടുന്നു. ദേവോനി എന്റെ മേൽ ചൊരിഞ്ഞതല്ലേ, ആയുസ്സെല്ലാം നിനക്കായി നൽകിടുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, നമ്മുടെ യേശു ജീവിക്കുന്നു. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്. കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്. കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ഉറ്റോരും ഉടയോരും തള്ളിക്കളഞ്ഞു, കുറ്റം മാത്രം പറഞ്ഞെന്ന് രസിച്ചപ്പോഴും. ഉറ്റോരും ഉടയോരും തള്ളിക്കളഞ്ഞു, കുറ്റം മാത്രം പറഞ്ഞെന്ന് രസിച്ചപ്പോഴും. നീ മാത്രമാണ് എന്നെ ഉയർത്തിയത്. സന്തോഷത്തോടെ ഞാൻ ആരാധിക്കുന്നു. നീ മാത്രമാണ് എന്നെ ഉയർത്തിയത്. സന്തോഷത്തോടെ ഞാൻ ആരാധിക്കുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഉന്നത വിളിയാൽ വിളിച്ചു എന്നെ, ലഭിച്ചതോ ഉള്ളിൽ പോലും നിനച്ചതല്ല. ഉന്നത വിളിയാൽ വിളിച്ചു എന്നെ, ലഭിച്ചതോ ഉള്ളിൽ പോലും നിനച്ചതല്ല. ദേവോനി എന്റെ മേൽ ചൊരിഞ്ഞതല്ലേ, ആയുസ്സെല്ലാം നിനക്കായി നൽകിടുന്നു. ദേവോനി എന്റെ മേൽ ചൊരിഞ്ഞതല്ലേ, ആയുസ്സെല്ലാം നിനക്കായി നൽകിടുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഉറ്റോരും ഉടയോരും തള്ളിക്കളഞ്ഞു, കുറ്റം മാത്രം പറഞ്ഞെന്ന് രസിച്ചപ്പോഴും. ഉറ്റോരും ഉടയോരും തള്ളിക്കളഞ്ഞു, കുറ്റം മാത്രം പറഞ്ഞെന്ന് രസിച്ചപ്പോഴും. നീ മാത്രമാണ് എന്നെ ഉയർത്തിയത്. സന്തോഷത്തോടെ ഞാൻ ആരാധിക്കുന്നു. നീ മാത്രമാണ് എന്നെ ഉയർത്തിയത്. സന്തോഷത്തോടെ ഞാൻ ആരാധിക്കുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, നമ്മുടെ യേശു ജീവിക്കുന്നു. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്. കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്. കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, നമ്മുടെ യേശു ജീവിക്കുന്നു. 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 ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ആമേൻ. എല്ലാമേ കടന്നു
ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അബാപിതാവേ, അവിടുത്തെ സന്നിധിയിൽ ഞങ്ങളായിരിക്കുന്ന ദൈവമേ, ഈ ഞായറാഴ്ച സമയത്ത് കർത്താവേ, അവിടുത്തെ സന്നിധിയിൽ ഞങ്ങളായിരിക്കുന്നത് അവിടുത്തെ വചനം കേൾപ്പാനും അവിടത്തേക്ക് ഞങ്ങളോട് സംസാരിക്കാനുള്ളത് ദൈവമേ ഞങ്ങൾക്ക് ഹൃദയത്തിൽ ഗ്രഹിപ്പിച്ചു തരാനുമാണല്ലോ അപ്പാ. സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ അങ്ങയോട് ഞങ്ങൾ യാചിക്കുന്നു. യേശുവെ, അങ്ങ് ഭൂമിയിലായിരുന്നപ്പോൾ പിതാവിനോടൊത്തായിരുന്നതുപോലെ അങ്ങ് യേശു ദൈവത്തിൽ നിന്ന് കേട്ടതെല്ലാം ഞങ്ങളോട് പ്രസ്താവിച്ചതുപോലെ പപ്പായെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അപ്പൻ്റെ വായിൽ നിന്ന് കേട്ട് ഞങ്ങളോട് പറയുവാൻ തക്കവണ്ണം ഞങ്ങൾക്ക് ഈ ഒരാഴ്ച കാലത്തേക്ക് വേണ്ടി ആത്മീക മന്ന ഞങ്ങൾക്ക് തരുവാൻ തക്കവണ്ണം പപ്പായെ ബലപ്പെടുത്തണേ അപ്പാ. സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ അങ്ങയോട് ഞങ്ങൾ യാചിക്കുന്നു ദൈവമേ. അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി ആഹാരത്തിൽ തന്ന് ഞങ്ങളെ പോഷിപ്പിച്ച് പറഞ്ഞു വിടുമാറാകണേ അപ്പാ. സ്തോത്രം. സകലവും ഞങ്ങൾക്ക് വേണ്ടി ജീവനർപ്പിച്ച യേശുവിൻ്റെ നാമത്തിൽ തന്നെ. സമയമില്ല.